ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സൺഡേ ആണ് ഗൈസ്. മിക്ക സൺഡേയ്സും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് വീട്ടിലില്ല, പുള്ളിക്കാരൻ പുറത്ത് പോയിരിക്കുകയാണ്. ഇവിടെ അപ്പം ഞാനുണ്ട്, എൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ ചൊറിയും കൊത്തി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ഈവനിങ് വ്ളോഗ് അങ്ങോട്ട് എടുത്തുകൂടാ. ഇപ്പം ഏകദേശം സമയം ഒരു 2:30-2:45 3 മണി ആയിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ, അത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ ചുമ്മാ ലഞ്ച് കഴിഞ്ഞ ക്ഷീണത്തിൽ ഇതാ വന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് എടുക്കാം, ഇനിയുള്ള നമ്മുടെ പരിപാടീസ് ആൻഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബോറടിച്ചൊരു സൺഡേ ആണ്, ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജോബിന് കയറി. ഞാനൊരു പ്രൈവറ്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് കേട്ടോ വർക്കിന് കയറിയിരിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടും ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ജോലിക്ക് കയറിയിട്ട് 1 ഡേ ആയിട്ടേ ഉള്ളൂ. അപ്പം നമുക്കൊരു ബിഗിനർ ആയതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ട്രസ്റ്റഡ് കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പം ഞാനിപ്പം ചുമ്മാ ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കസ്റ്റമേഴ്സിനെയൊക്കെ ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ളവരൊക്കെ കോൾ ചെയ്ത് നമ്മുടെ സ്കീമും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സേവിങ്സൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ആ സംഭവം അത് ഒക്കെ നോട്ട് ചെയ്തിരിക്കണം. എൻ്റെ ഫയലൊക്കെ ഞാൻ ഓഫീസിൽ വെച്ചിട്ടാണ് വന്നത്, എടുത്തില്ല. അപ്പം ഞാനത് ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ട് കസ്റ്റമറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയണ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നാലും അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡയറിയിൽ എഴുതിയിട്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമ്മൾ ഫ്ലുവൻ്റായിട്ട് കസ്റ്റമറിനോട് സംസാരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് ഇവിടെ കിടക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ നമുക്കെന്നാൽ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നിനിപ്പോൾ ഇത് മതി, എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിർത്തി. പക്ഷേ കസ്റ്റമർ റിപ്ലൈ തരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ ഷോർട്ട് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. അപ്പോൾ നമ്മളിത് ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ട് നോക്കണേ. നല്ല ക്രീമാണ്, ഞാൻ ഫേസിലും ബോഡിയിലും ഒക്കെ ഇടുന്നുണ്ട്. നല്ല ക്രീമാണ്. പിന്നെ ഇടുമ്പോൾ നിങ്ങളിത് ജസ്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 കയ്യിലും ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു കയ്യിലിട്ടിട്ട് അപ്പുറത്തെ കയ്യിൽ ഇടാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 കയ്യും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിലിപ്പം റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ കിടക്കാനാണ് ഇനി എൻ്റെ ഉദ്ദേശം. ഇനി കിടന്നൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കിടക്കാം എന്ന് വിചാരിച്ച് കിടന്ന ഞാൻ കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഒരു 4:30-5 മണിയൊക്കെ ആവാറായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്ന് അപ്പം തന്നെ നമുക്ക് ബെഡിൽ നിന്ന് പൊന്താൻ പറ്റില്ലല്ലോ. സോ കുറച്ച് നേരം അവിടെ കിടന്ന് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ കിടക്കാൻ നേരത്ത് നല്ല മഴയായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ അത് നല്ല വെയിലൊക്കെ ഉദിച്ച് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ്. അതായത് ചൂടുമില്ല എന്നാൽ മഴയുമില്ല, എന്നാൽ വെട്ടവും വെയിലും ഒക്കെ ഉണ്ട് താനും. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇവിടെ റേഞ്ച് കിട്ടില്ല. അത് കാരണം പുറത്തിറങ്ങി കിടക്കാണ് റേഞ്ചിന് വേണ്ടിയിട്ട്. ക്യാമറ ഹറാമായതുകൊണ്ട് മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് കിടക്കുന്നത്. മര്യാദയ്ക്ക് ചായ വെച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. ഞാൻ അടുത്ത് പോയി നിന്ന് ഓരോന്നൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് അമ്മയുടെ ശ്രദ്ധ തിരിച്ച് ആ ചായയൊക്കെ അവിടെ തിളപ്പിച്ച് കളഞ്ഞ്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റും. ഇതാർക്കാ വേറെ വേണോ?
നാളെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ തിന്നാലോ എന്ന് വെച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുക. വീട്ടിലുള്ള ദിവസമാണ് നമ്മൾ ചായ കുടിക്കുന്നുണ്ട് വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പിള്ളേർക്ക് പോയി എന്തെങ്കിലും റസ്കോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളും ചായ കുടിക്കാനിരുന്നു. നമുക്ക് പിന്നെ എന്നും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുറിക്കാനായിട്ട് ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് ആ കൊള്ളി വറുത്തതിൽ ചെന്ന് അവസാനിക്കും. അങ്ങനെ നമ്മൾ കൊള്ളി വറുത്തത് എടുക്കുകയാണ്. കൊള്ളി വറുത്തത് പൊട്ടിച്ചിട്ടില്ല, അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് കത്രിക ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അമ്മ ഓടിപ്പോയി. അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ മുഖം പൊത്തുന്നേ, എന്താണ് വീഡിയോയിൽ നിന്ന് മാറിപ്പോകുന്നേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ കാണാനൊരു ഭംഗിയില്ല, ഞങ്ങൾ കൂറ വേഷത്തിൽ വീട്ടിൽ നിൽക്കുകയാണ്, നീ കുളിയൊക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇരുന്നിട്ടല്ലേ വീഡിയോ എടുക്കണേ, ഞങ്ങളെ കാണാൻ ഭംഗിയില്ലാന്ന്. അവർ കാണാൻ ഭംഗിയില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ലിപ്സ്റ്റിക്ക് ഇടാത്തവരല്ലേ ശരിക്കും ഭംഗി? അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്ത് പോയ ആൾ തിരിച്ചു വന്ന് വിശന്നിട്ട് അയ്യാന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും കറിയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഒന്നിങ്ങി ഫോണ്, അതല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇത് തന്നെയാണ് ആളുടെ പരിപാടി. അപ്പം ഞാൻ എന്തായാലും പിന്നെയും പോസ്റ്റ്. അപ്പം ഞാൻ പോയി ഇത് പിള്ളേരൊക്കെ അഴിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടി. തൊട്ട് ഫ്രണ്ടിൽ റോഡായതുകൊണ്ടേ ഇവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവർ റോട്ടിൽ നിന്ന് കയറി. ടോട്ടോ എന്താണ് പറയൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ് പറഞ്ഞേ കേൾക്കട്ടെ. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം ടോട്ടുൻ്റെ? ബെല്ല എവിടെയാ? ബെല്ലേനെ താങ്കളുടെ അടുത്ത് കെട്ടാത്തതാണോ പ്രശ്നം? ആണോ ടോട്ടോ? ഇനി ബെല്ലയുടെ പ്രശ്നം എന്താ? ബെല്ലേ നോക്കിയേ, ഇതാരാ നോക്കിയേ? ബെല്ലിയാണോ ഇത്? ബെല്ലിയത് ഇതൊക്കെ കഴിഞ്ഞ സന്ധ്യ ആയപ്പോൾ നമ്മൾ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഒന്നും തന്നെ കാണില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം പുഴയിലൊക്കെ പോയി എൻജോയ് ചെയ്ത് കുറച്ചധികം നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെയും അവർ 2 ഫാമിലി, നമ്മളൊരു ഫാമിലി, അങ്ങനെ നമ്മൾ 3 ഫ്രണ്ട്സ് അങ്ങനെയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മണ്ണൂത്തിയിൽ പോയിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നമ്മൾ പോയി തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഒരു തട്ടുകടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന നേരം നല്ല നേരമായതുകൊണ്ട് തന്നെ ഒരുവിധം സാധനങ്ങളെല്ലാം നല്ലതും അവിടുത്തെ ഫേമസ് സംഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ തട്ട് ദോശ, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. നമ്മളാണെങ്കിൽ ഓരോ റൗണ്ട് ദോശ പറഞ്ഞ് രണ്ടാമത് ദോശ ചോദിച്ചപ്പോഴത്തേന് ആ ചേട്ടൻ പറഞ്ഞു മക്കളെ മാവ് കഴിഞ്ഞു എന്ന്. അപ്പോൾ വീണ്ടും ശോകം. നമ്മൾ കുറച്ച് ദോശ കഴിച്ചിട്ടാണല്ലോ 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വേറൊരു ചെറിയ കടയിൽ കയറി ബൂസ്റ്റ് കഴിക്കാൻ നോക്കി. അപ്പം നമ്മുടെ പീക്കു, നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ, അവിടെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്നെ കാണിച്ചു തരികയാണ്, ആൻറ്റിയുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അത് വീഡിയോ ഒക്കെ എടുത്തു നിന്നു. ഇവിടെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മിസ്റ്ററിൻ്റെ കൂടി എവിടെ പോയാലും ബൂസ്റ്റ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എവിടെ പോയാലും പറയും ബൂസ്റ്റ് മതിയെന്ന്. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോന്നു. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരു 11:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 12 മണി ആയിട്ടുണ്ടായിരുന്നില്ല, അതിന് തൊട്ട് മുമ്പായിട്ടെത്തി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്നും ഉറങ്ങണത് ഈ ഒരു ടൈമിലാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ ഒരാളെ എടുത്തുകൊണ്ട് വേറൊരാൾ പോകട്ടെ. അവൾ എന്തിനാണ് അങ്ങോട്ട് പോണേന്ന് വെച്ചാൽ ബൗബൗവിനെ കാണാനാണ്. നമ്മുടെ ടോട്ടൂനെയും ബെല്ലേനെയും കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കാണണം, അത് മസ്റ്റാണ്. അവൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പട്ടി, പൂച്ച വക സാധനങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മി എന്ന് വിളിച്ചിട്ട് കുറേ നേരം ഞങ്ങളുടെ പിന്നാലെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് കയറി പോവാണ്. പുള്ളിക്കാരിനെ കൊണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ, എല്ലാവർക്കും ടാറ്റ. നാളെ കാണാം. ബൈ. ഷിയു ഉമ്മ. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ വീട്ടിലെത്തി. സമയം 12 മണിയാവാൻ ഏതാനും കുറച്ച് നിമിഷങ്ങൾ മാത്രം. ഇപ്പം എന്നും ഏകദേശം ഉറങ്ങണ ഒരു ടൈം ഇതാണ് കേട്ടോ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന പോലത്തെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ, ലവ് യു ഓൾ, സീ യു, ടേക്ക് കെയർ.